2018-ലുണ്ടായ അതിശക്തമായ മഴയും ഉരുൾപൊട്ടലും ഫലഭൂയിഷ്ഠമായ നമ്മുടെ ഭൂമിയുടെ ജൈവ ആവരണം നഷ്ടപ്പെടുകയും മേൽമണ്ണ് ഒഴുകിപ്പോവുകയും ചെയ്തതാണ് ഇപ്പോൾ കിണറുകളിലെ ജലത്തിൻ്റെ pH ക്രമാതീതമായിട്ട് താഴ്ന്നു പോയതെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. നമ്മൾ അടുത്ത കൃഷിക്കുള്ള മീനെ ഇടാൻ പോവാണ്. വരാലിനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. വരാലിൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം വെള്ളത്തിലേക്ക് നമ്മളൊന്ന് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിന് മുമ്പ് നമുക്കൊന്ന് pH ഒന്ന് ചെക്ക് ചെയ്യാം. അല്പം വെള്ളം ഒന്ന് എടുത്ത് വെച്ചിട്ട് ഇങ്ങോട്ടൊന്ന് കൊണ്ടുവരാം. pH നോക്കാനുള്ള സൊല്യൂഷനാണ്. കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം അതിനകത്തോട്ട് നമുക്കിങ്ങനെ ഒന്ന് ഒഴിച്ച് നോക്കാം. ഏകദേശം ഒരു ഗ്രീൻ കളറാണ് കാണിക്കുന്നത്. അത് നേരത്തെ റെഡ് കളറായിരുന്നു, അതായത് pH തീരെ താന്നിരിക്കുമായിരുന്നു. ഞാൻ ഈ ഒരു പാത്രത്തിനകത്ത് ചുണ്ണാമ്പ് കലക്കി വെച്ചിട്ടുണ്ട്. ചുണ്ണാമ്പ് വെള്ളം അതിൻ്റെ തെളി എടുത്ത് ഒഴിച്ചാണ് ഈ ഒരു pH ലെവൽ ചെയ്തത്. നമുക്കിനി ഈ ചുണ്ണാമ്പ് വെള്ളത്തിൻ്റെ pH ഒന്ന് നോക്കാം. കുറച്ച് ചുണ്ണാമ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ pH ഒന്ന് നോക്കാം എത്രയാണ് വരുന്നതെന്ന്. അതായത് ഒരു വയലറ്റ് കളറിലാണ് ചുണ്ണാമ്പ് വെള്ളത്തിന് നിൽക്കുന്നത്. ഇനി മഴവെള്ളമാണ് നമ്മൾ ഇതിനകത്തേക്ക് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ pH കറക്റ്റ് ആയിരിക്കും, ഗ്രീൻ കളറായിരിക്കും കളർ കോഡ് കാണിക്കുന്നത്. അതായത് 7 എന്നൊരു നമ്പറായിരിക്കും കിട്ടുന്നത്. നമുക്കിനി കിണറ്റിൽ നിന്ന് 2018 പ്രളയത്തിന് ശേഷമുള്ള കിണറുകളിലെ വെള്ളത്തിൻ്റെ pH ക്രമാതീതമായിട്ട് താഴ്ന്നു പോയി. അപ്പം ഞാൻ കുറച്ച് കിണറ്റിലെ വെള്ളത്തിൻ്റെ pH എത്രയാണെന്നൊന്ന് കാണിക്കാം. നമ്മുടെ കിണറ്റിലെ വെള്ളത്തിൻ്റെ pH ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നോക്കാം ഇതിൻ്റെ pH. അതായത് ഇതിൻ്റെ കളർ കണ്ടോ, റെഡ് കളറായിട്ടാണ് കാണുന്നത്. ഞാനിങ്ങനെ കൈ പിടിച്ചിരിക്കുന്ന ഈ വെള്ളത്തിൻ്റെ കളർ നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തീരെ താഴ്ന്നാണ് കിണറ്റിലെ വെള്ളത്തിൻ്റെ, അതായത് നമ്മുടെ ഭൂഗർഭജലത്തിൻ്റെ ഒരു pH നിൽക്കുന്നത്. ഇത് 2018 ശേഷമാണ് ഇങ്ങനെ കാണാനായിട്ട് തുടങ്ങിയത്. അതായത് ഒരു പ്രളയത്തിന് ശേഷമാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വെള്ളം ആണ് നമ്മൾ മീൻകുളത്തിലേക്ക് കൊടുക്കുന്നതെങ്കിൽ ഇതുപോലെ ചുണ്ണാമ്പ് വെള്ളം കലക്കി വെച്ചിട്ട് അതിൻ്റെ തെളി എടുത്ത് കുറച്ച് ഒഴിച്ചു കൊടുത്താണ് ഇപ്പോൾ നമ്മൾ ആദ്യം കണ്ട ഒരു 7 എന്ന ഒരു പോയിന്റിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ മീൻകുളത്തിലെ വെള്ളത്തിൻ്റെ pH ഇപ്പോൾ ന്യൂട്രലാണ്. നമുക്ക് കൊണ്ടുവന്ന മീൻ കുഞ്ഞുങ്ങളെ കൂടോടുകൂടി തന്നെ ഒരു 10 മിനിറ്റ് വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കാം. ഒരു 10 മിനിറ്റ് കൂടുതലായിട്ടുണ്ട്. നമുക്കിനിയും കുഞ്ഞുങ്ങളെ പതുക്കെ തുറന്നു വിടാം. അപ്പോൾ ഒരു കാരണവശാലും മീൻ കുഞ്ഞുങ്ങളെ വെള്ളത്തിലോട്ട് എടുത്തെറിയരുത്. കൂടോടുകൂടി എറിയുകയും ചെയ്യരുത്, കുടഞ്ഞിടുകയും ചെയ്യരുത്. അപ്പോൾ അതിൻ്റെ ശരിയായ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇത് കൂട് ഇതുപോലെ തുറന്നു കൊടുത്ത് അതുങ്ങൾ പതുക്കെ വെള്ളത്തിലേക്ക് കൂട്ടിനുള്ളിൽ നിന്ന് നീങ്ങിക്കോളും. ഇങ്ങനെയാണ് കുഞ്ഞുങ്ങളെ ഇറക്കി വിടേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ വരാൽ കുഞ്ഞുങ്ങളെയൊക്കെയാണ് കുളങ്ങളിൽ നിക്ഷേപിക്കുന്നതെങ്കിൽ ഇതുപോലെ കുളത്തിന് പൊക്കത്തേക്ക്, അതായത് 1 അടി 2 അടി പൊക്കത്തിലെങ്കിൽ ഇതുപോലെ ഗ്രീൻ നെറ്റ് കെട്ടിക്കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ മഴ പെയ്യുമ്പോൾ പുറത്തേക്ക് കുതിച്ച് ചാടാനുള്ള സാധ്യതയുണ്ട്. നമ്മളൊരു പക്ഷേ രാത്രിയിലൊക്കെയാണ് മഴ പെയ്യുന്നതെങ്കിൽ നിങ്ങൾ പുറത്തേക്ക് ചാടും. അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം പുറത്ത് ചത്ത് കിടക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ചാടിപ്പോകാതിരിക്കാനായിട്ട് ഇതുപോലെ ഒരു 1 അടി 2 അടി പൊക്കത്തിൽ ഗ്രീൻ നെറ്റ് ചുറ്റും കെട്ടിക്കൊടുക്കുക. ഇനിയും നമ്മുടെ മണ്ണ് ഫലഭൂയിഷ്ഠമാക്കുവാനും അതുപോലെ തന്നെ കിണറുകളിലെ വെള്ളത്തിൻ്റെ pH മൂല്യം കൂട്ടുന്നതിനുമായിട്ട് നമ്മുടെ പറമ്പുകളിലെ മേൽമണ്ണ് ഇളക്കി കൊടുത്തതിന് ശേഷം ജൈവ പുതയിട്ട് കക്കയോ അല്ലെങ്കിൽ ഡോളോമേറ്റോ കുമ്മായമോ ഒക്കെ ഇട്ട് ഇളക്കി ജൈവ പുതയിട്ടുകൊണ്ട് മഴക്കാലത്തെ വെള്ളം ഭൂമിയിലേക്ക് താഴുവാനായിട്ട് അനുവദിക്കുക. അങ്ങനെ മണ്ണും വെള്ളവും സംരക്ഷിച്ചുകൊണ്ട് മികച്ച ഒരു കാർഷിക ഉൽപ്പാദനക്ഷമതയിലേക്ക് നമുക്ക് കടന്നു വരാം. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.